Hey everyone, welcome to another video of economics. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന മൈക്രോ എക്കണോമിക്സിലെ തിയറി ആൻഡ് ആപ്ലിക്കേഷൻ എന്ന പേപ്പറിലെ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് എന്നുള്ള മൊഡ്യൂളിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സ്നോബ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഓർ ലേൺ അബൌട്ട് സ്നോബ് ഇഫക്റ്റ്. Snob effect was introduced by American economist Harvey Leibenstein, and he formally defined the concept in a seminal 1915 article, Badwagon, Snob, and Veblen effect in the theory of consumers' demand, published in the Quarterly Journal of Economics. ഈ സെമിനൽ എന്ന് പറഞ്ഞാൽ ഇത് സംതിങ് റിലേറ്റഡ് ലൈക്ക് എ ബുക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ ഇതൊക്കെ ഇതിനൊക്കെയാണ് നമ്മൾ ഒരു ബുക്കോ സെമിനൽ എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു ബുക്കായിട്ടാണ് കേട്ടോ പറയുന്നത്. സോ സ്നോബ് ഇഫക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹാർബെ ലെവിൻസ്റ്റീൻ ആണ്. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ആയിട്ടുള്ള ബാഡ് വാഗൻ സ്നോബ് വെബ്ലൻ ഇഫക്ട് ഇൻ ദ തിയറി ഓഫ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ 1950 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത് ക്വാർട്ടർലി ജേർണൽ ഓഫ് എക്കണോമിക്സിലാണ്. ഇദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും പബ്ലിഷ് ചെയ്യും ചെയ്തത്. ഓക്കെ, ഇനി എന്താണ് സ്നോബ് ഇഫക്റ്റ്? സ്നോബ് ഇഫക്റ്റ് ഇസ് എ മൈക്രോ എക്കണോമിക് ഫിനോമിന. നോക്കൂ, സ്നോബ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൈക്രോ ഇക്കണോമിക് മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു മൈക്രോ എക്കണോമിക് തിയറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. ഇറ്റ്സ് മൈക്രോ എക്കണോമിക് ഫിനോമിന വേർ സർട്ടൻ കൺസ്യൂമേഴ്സ്, ചില കൺസ്യൂമേഴ്സ് ടിപ്പിക്കലി ഹയർ ഇൻകംസ്. ഇത് ഏത് ആൾക്കാരുമായി ബന്ധപ്പെട്ടതാണ്? ഒരു ഹൈ ഇൻകം ഗ്രൂപ്പ്സ്, വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, prefer that goods that are exclusive, rare and prestigious. ഹൈ ഇൻകം, നല്ല പൈസയുള്ള ആൾക്കാർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതും റയർ ആരടുത്തും ഇല്ലാത്തതും അതുപോലെ പ്രസ്റ്റീജ് ഇത് കാണിക്കുന്ന റയർ ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെ വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്നോബ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് their demand decreases if the product becomes widely available and affordable for general public. എല്ലാവരുടെ കയ്യിലും ഈ ഒരു ഗുഡ് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡിമാൻഡ് ഉണ്ടാവില്ല, ഡിമാൻഡ് കുറയും. കാരണം ജനറലി ഇത്തരത്തിലുള്ള ഗുഡ്സ് വാങ്ങുന്നത് ഹൈ ഇൻകം ഗ്രൂപ്പ്സ് ആണല്ലോ. അവർക്ക് എല്ലാവരുടെ അടുത്തുമുള്ള സാധനങ്ങൾ അവർ വാങ്ങൂല. റെയർ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. അപ്പൊ എല്ലായിടത്തും എത്തിയാൽ അതിന്റെ ഡിമാൻഡ് പോയല്ലോ, അപ്പൊ ഇവർക്ക് വാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, unlike normal goods which follow downward sloping demand curve, goods influenced by snob effect can exhibit a positively sloped demand curve, meaning demand may rise as the price increases. നോക്കൂ, നോർമൽ ഗുഡ്സ് നമുക്ക് നോർമലി അറിയാം, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അതാണ് ജനറൽ ലോ ഓഫ് ഡിമാൻഡ്. അതൊരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണല്ലോ, ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. പക്ഷെ സ്നോബ് ഇഫക്റ്റിലെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ഡിമാൻഡ് കൂടുകയാണ്. എപ്പോ കൂടുന്നു? പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കൂടുക ചെയ്യുന്നത്. വിലയുള്ള സാധനങ്ങൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ്. ദിസ് ബിഹേവിയർ ഇസ് മോട്ടിവേറ്റഡ് ബൈ ഡിസയർ ടു സിഗ്നൽ ദ സോഷ്യൽ സ്റ്റേറ്റസ്, യുണീക്നെസ്, വെൽത്ത് റാദർ ദാൻ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. ഈ സാധനത്തിന്റെ യൂട്ടിലിറ്റിയോ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല, അതൊക്കെ പൈസ ഉള്ള സാധനങ്ങള്, വില കൂടിയ സാധനങ്ങൾ വാങ്ങി കൂട്ടുക, എന്നിട്ട് അതിലൂടെ ഞങ്ങളെ സോഷ്യൽ സ്റ്റേറ്റസ്, ഞങ്ങൾ പൈസയുള്ളവരാണ്, യുണീക്നെസ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്നോബ് ഇഫക്റ്റ് എന്ന് പറയാം. എവ്രിവൺ ഇസ് ഡൂയിങ് ഇറ്റ് സോ ഐ വോണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടെങ്കിൽ ഇവർ ഇത് വാങ്ങൂട്ടെ. മാർക്കറ്റിൽ എല്ലാവരുടെ അടുത്തും ഈ സാധനം അവൈലബിൾ ആയ ഇവർ വാങ്ങൂല. സോ എവ്രിവൺ ഇസ് ഡൂയിങ് ഇറ്റ്, അല്ലെങ്കിൽ എവ്രിവൺ ഇസ് ബൈയിങ് ഇറ്റ്, ഐ വോണ്ട്. അത് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു? സ്നോബ് ഇഫക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നു. ഇനി നമുക്ക് സ്നോബ് ഇഫക്റ്റിന്റെ എക്സാമ്പിൾസ് നോക്കാം. ലിമിറ്റഡ് എഡിഷൻ ലക്ഷറി വാച്ച്, we were few people on it, buying, purchase, ഡിസൈനർ ഹാൻഡ് ബാഗ്. നോക്കൂ, ഈ ഡിസൈനർ ഹാൻഡ് ബാഗും അതുപോലെ തന്നെ ലക്ഷറി സ്പോർട്സ് കാർ ഒന്നും നമ്മൾ സാധാരണ ആൾക്കാർ വാങ്ങി വെക്കുന്നതാണോ? അല്ല. ലക്ഷറീസ് ആയിട്ടുള്ള ഗുഡ്സ്, ഇത്തരത്തിലുള്ള ഹൈ പ്രൈസ് ഗുഡ്സ് ഒക്കെ നമ്മൾ സാധാരണ എല്ലാവരും വാങ്ങുന്നതാണോ? ഇല്ല. അപ്പൊ നമ്മൾ നോക്കൂ, ഒരു 100 പേരുണ്ട്. ഈ 100 പേര് എക്കണോമിയിലുണ്ട് വിചാരിക്കും. ഈ 100 പേരിൽ എത്ര പേരെടുത്ത് ഒരു ലക്ഷറി സ്പോർട്സ് കാർ ഉണ്ടാവും? അപ്പം വളരെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നോക്കൂ, ഒരു 100 ആൾക്കാരുടെ ഒരു 5 ആളടുത്ത് ഒരു ലക്ഷറി സ്പോർട്സ് കാർ ഉണ്ടെങ്കിൽ അത് റയർ ഗുഡാണ് അല്ലെ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗുഡാണ്, ഒരു പ്രസ്റ്റീജ് കാണിക്കുന്ന ഗുഡാണ് അല്ലെ.
premium fashion brand to stand out from others. Premium fashion ബ്രാൻഡിന്റെ ക്ലോത്ത്സ്, അതുപോലെ തന്നെ ഓർണമെന്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് എന്താണ്? സ്നോബ് ഇഫക്റ്റ് ആണ്. പർച്ചേസിംഗ് ലിമിറ്റഡ് എഡിഷൻ സ്നീക്കർ ബിക്കോസ് ഇറ്റ് ഇസ് എക്സ്ക്ലൂസീവ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ലക്ഷറിയസ് ആയിട്ട് നല്ല വിലയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് സ്നോബ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്തിനാ വാങ്ങുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല, അത് എല്ലാരും കാണിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് സ്റ്റേറ്റസ് കാണിക്കുക, വെൽത്ത് കാണിക്കുക. എല്ലാവരും വാങ്ങി മാർക്കറ്റിൽ എല്ലാവരുടെ അടുത്തും അവൈലബിൾ ആയാൽ പിന്നെ ഇത് വാങ്ങത്തില്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്നോബ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി സ്നോബ് ഇഫക്റ്റ് ഇസ് എ നെഗറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി. നെഗറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി എന്താന്ന് നോക്കാം. നെഗറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി ഇസ് എ സിറ്റുവേഷൻ വേർ ദ വാല്യൂ ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഡിക്രീസസ് ആസ് മോർ പീപ്പിൾ യൂസ് ഇറ്റ് ഓർ ഓൺ ഇറ്റ്. നോക്കൂ, കുറെ ആൾക്കാർ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് ആ പ്രോഡക്റ്റിന്റെ വാല്യൂ കുറയല്ലേ ചെയ്യുന്നത്. പിന്നെ ആരും, അല്ലെ, വാല്യൂ കുറയുക ചെയ്യുന്നത്. എല്ലാരും വാങ്ങുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് ആരും വാങ്ങാതെയാവുക ചെയ്യുന്നത്, അല്ലെ. അത് വാല്യൂ അല്ലെ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദാറ്റ് പ്രോഡക്റ്റ് ഡിക്രീസസ്. A luxury handbag becomes less desirable to buy when many people start using. ഒരു ലക്ഷറി ഹാൻഡ് ബാഗ് ആണ്, അത് എല്ലാവരും വാങ്ങി തുടങ്ങിയാൽ അതിന്റെ വാല്യൂ സാറ്റിസ്ഫാക്ഷൻ കുറയുന്നു, അല്ലെ. അപ്പൊ അതെന്താണ്? നെഗറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ സ്നോബ് ഇഫക്റ്റ് ഇസ് കോൾഡ് നെഗറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി ബിക്കോസ് പീപ്പിൾ വാണ്ട് എ പ്രോഡക്റ്റ് ഓൺലി ഫ്യൂ അതേഴ്സ് ഹാവ് ഇറ്റ്. ഈ സ്നോബ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരെടുത്ത് റയർ ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങൾ, അത് അങ്ങനത്തെ വാങ്ങാനാണ് ഇവർക്ക് ഇഷ്ടം. ആൻഡ് ആസ് മോർ പീപ്പിൾ ബൈ ദ പ്രൊഡക്റ്റ് ഇറ്റ് ബിക്കംസ് ലെസ് അട്രാക്റ്റീവ്. എല്ലാവരും വാങ്ങുമ്പോൾ അതിന്റെ അട്രാക്റ്റീവ്നെസ് പോയില്ലേ. സോ ദ വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് ഡിക്രീസസ് ഫോർ എക്സിസ്റ്റിംഗ് ആൻഡ് പൊട്ടൻഷ്യൽ ബയേഴ്സ്. സോ അതിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എല്ലാവരുടെ അടുത്തും ആ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നോക്കൂ, എല്ലാവരുടെ അടുത്തും ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കൗതുകം ഉണ്ടാവുമോ? ഇല്ല. ആരും ഉപയോഗിക്കാത്ത ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാറ് ഇറങ്ങിക്കഴിഞ്ഞാൽ വാവ് ബ്യൂട്ടിഫുൾ, എന്താ, നമ്മൾ റോട്ടുമ്പോ തന്നെ പോകുമ്പോൾ നോക്കൂ, ഒരു നോർമൽ കാറ് പോകുന്നതും ഒരു എന്താ പറയാ അത്യാവശ്യം നല്ല ഡിസൈനും കോസ്റ്റ്ലിയും കോടികൾ വിലയുള്ള ഒരു കാറ് പോകും നമ്മൾ നോക്കത്തില്ലേ. സോ അതിനു വേണ്ടിയിട്ട് സ്നോബ് ഇഫക്റ്റ് is called negative network of externality because demand for a product decreases as more people use it. ഒരുപാട് പേര് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. കാരണം ആരും വാങ്ങൂല. ഈ സ്നോബ് ഇഫക്റ്റ്, ഇങ്ങനത്തെ ആൾക്കാർ എല്ലാവരുടെ അടുത്തും സാധനം ഉണ്ടാകുമ്പോൾ വാങ്ങുമോ? ഇല്ല. സിൻസ് ദ കൺസ്യൂമർ വാണ്ട്സ് എക്സ്ക്ലൂസിവിറ്റി ആൻഡ് യൂണിക്നെസ്. കൺസ്യൂമേഴ്സിന് അത്തരത്തിലുള്ള കൺസംഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഇതുള്ളൂ എന്നുള്ള യുണീക്നെസ് വേണം. പക്ഷെ എല്ലാവരുടെ അടുത്തും അതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പ്രൊഡക്റ്റ് ആരും വാങ്ങാതെയും. അതുകൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് സ്നോബ് ഇഫക്റ്റ് അത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് ഇയറിൽ, ഏത് ആർട്ടിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതെവിടെ പബ്ലിഷ് ചെയ്തു, അതുപോലെ തന്നെ എന്താണ് സ്നോബ് ഇഫക്റ്റ്, അതിന്റെ എക്സാമ്പിൾസ്, അതുപോലെ തന്നെ അത് എന്ത് ടൈപ്പ് ഓഫ് എക്സ്റ്റേണലിറ്റി ആണ് ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഹോപ്പ് യു വിൽ കം വിത്ത് അനദർ വീഡിയോ. ഇന്നത്തെ ടോപ്പിക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ഓൺ ദി കമന്റ് ബോക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.